CPM-ന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് തുടങ്ങിക്കഴിഞ്ഞു. അതേസമയം കൊല്ലത്ത് സമ്മേളനം പൊടി പൊടിക്കുമ്പോൾ സ്ഥലം MLA ആയ മുകേഷിന്റെ പൊടി പോലും സമ്മേളന വേദിയിലോ പരിസരത്തോ കാണാനില്ല. CPM-ന്റെ MLA എന്നുള്ള നിലയ്ക്ക് സമ്മേളനത്തിന്റെ മുന്നിലും പിന്നിലും മുഖ്യ സംഘാടകനുമാകേണ്ട സാന്നിധ്യമാകേണ്ട ഒരു വ്യക്തിയാണ് കൊല്ലം MLA കൂടിയായ M. മുകേഷ്. പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിനിടയിലും നടൻ കൂടിയായ MLA ജില്ലയ്ക്ക് പുറത്ത് സിനിമാ ചിത്രീകരണത്തിലാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. MLA-യും പാർട്ടിയുമായുള്ള ഭിന്നത മറനീക്കി പുറത്തു വരുന്നതായാണ് ആ അസാന്നിധ്യം വ്യാഖ്യാനിക്കപ്പെടുന്നത്. 30 വർഷത്തിന് ശേഷമാണ് കൊല്ലത്തേക്ക് ഒരു സംസ്ഥാന സമ്മേളനം എത്തുന്നത്. MLA-യുടെ മണ്ഡലത്തിലാണ് സമ്മേളന നഗരി. എന്നിരുന്നിട്ടും മുകേഷിന് ആ സമ്മേളന നഗരിയിൽ പ്രവേശനം CPM നൽകിയിട്ടില്ല എന്നുള്ളതാണ് വിവരം. പ്രചരണവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയുടെ വീഡിയോ പങ്കുവച്ചതല്ലാതെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലും MLA പോസ്റ്റുകളൊന്നും പങ്കുവച്ചിട്ടില്ല എന്നും കാണേണ്ടതുണ്ട്. ലൈംഗികാരോപണ കേസിനെ തുടർന്ന് MLA-ക്ക് പാർട്ടി വേദികളിൽ അപ്രഖ്യാപിത വിലക്കുണ്ടെന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷം അടക്കം ആരോപിച്ചിരുന്നു. അത് സാധൂകരിക്കുന്നതാണ് ഇപ്പോഴത്തെ പുതിയ സംഭവ വികാസങ്ങൾ. കേസിലെ കുറ്റപത്രം പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചതിൽ മുകേഷിനെതിരെ തെളിവുണ്ടെന്ന് അടിവരയിട്ട് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ പാർട്ടി നേതൃയോഗങ്ങളിൽ മുതിർന്ന വനിതാ നേതാക്കളടക്കം മുകേഷിനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചു. ഏറ്റവും ഒടുവിലായി കൊല്ലം ജില്ലാ സമ്മേളനത്തിലും MLA-ക്കെതിരെ വിമർശനം ഉയർന്നു വന്നു. നേരത്തെ പീഡനക്കേസിൽ തെളിവുകൾ എതിരായിട്ടും മുകേഷിന്റെ രാജി എന്തുകൊണ്ട് CPM ആവശ്യപ്പെടുന്നില്ല എന്നാണ് മറ്റു ജില്ലാ സമ്മേളനങ്ങളിൽ ഉയർന്നു വന്ന ചോദ്യം. ഒരു UDF MLA ആയിരുന്നു ആരോപണ വിധേയനായിരുന്നുവെങ്കിൽ ഇതിനോടകം തന്നെ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാക്കാനും രാജിവയ്പ്പിക്കാനുമായി ഇടതു പോരാളികൾ തെരുവിലുണ്ടാകുമായിരുന്നു. എന്നാൽ M. മുകേഷ് MLA-ക്ക് മാത്രം ഇതൊന്നും ബാധകമല്ല. LDF സർക്കാർ 2016 അധികാരത്തിലെത്തിയത് മുതൽ ഇത്തരത്തിലൊരു പ്രത്യേക പരിഗണന മുകേഷിന് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ തുടർച്ചയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവിയുടെയും CPM നേതാവ് PK ശ്രീമതിയുടെയും ഒക്കെ വാക്കുകളിൽ പ്രതിഫലിച്ചത്. നിയമപരമായി രാജിവെക്കേണ്ടതിന്റെ ആവശ്യമില്ലെന്നും കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ മാത്രം രാജിവെച്ചാൽ മതിയെന്നുമായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ തന്നെ അഭിപ്രായം. മുകേഷിനെതിരായ കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ പുറത്തുവരട്ടെ എന്നും അന്വേഷണം നടക്കുന്നുണ്ടെന്നും വേവലാതി വേണ്ട എന്നുമായിരുന്നു PK ശ്രീമതിയുടെ അഭിപ്രായം. 2018 മുകേഷിനെതിരെ ആദ്യ ലൈംഗിക പീഡന പരാതി പുറത്തു വരുന്നത്. കോടീശ്വരൻ പരിപാടിയുമായി ബന്ധപ്പെട്ട് ജോലി നോക്കിയിരുന്ന ഒരു സ്ത്രീയോട് അശ്ലീല സംഭാഷണം നടത്തി എന്നായിരുന്നു ആദ്യത്തെ പരാതി. മീ ടു ക്യാമ്പയിൻ കേരളത്തിൽ അണപൊട്ടി നിൽക്കുന്ന ഒരു അവസരത്തിലാണ് മുകേഷിനെതിരെ പരാതി വന്നത്. എന്നാൽ ആരോപണം ഉന്നയിച്ച പരാതിക്കാരിയെ കണ്ട പരിചയം പോലും ഇല്ലെന്നായിരുന്നു മുകേഷ് അന്ന് പറഞ്ഞത്. തന്നെ വെള്ളപൂശാൻ നർത്തകിയായ തന്റെ ഭാര്യയെയാണ് അന്ന് MLA രംഗത്തിറക്കിയത്. ആ നീക്കം ഫലം കാണുകയും മുകേഷ് രക്ഷപ്പെട്ടു പോരുകയും ചെയ്തു. എന്നാൽ വർഷം 6 കഴിയുമ്പോൾ അന്ന് സഹായിച്ച നർത്തകിയായ ഭാര്യ ഇന്ന് മുകേഷിൽ നിന്ന് വിവാഹമോചനം തേടി തടി തപ്പുകയും ചെയ്തിട്ടുണ്ട്. മീ ടു കേസിൽ മുകേഷിനെ ഭാര്യ ന്യായീകരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ സിനിമാ താരം കൂടിയായ മുൻ ഭാര്യ നേരിട്ട ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ വിവരിക്കുന്ന ഇന്റർവ്യൂകളും സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചു വരുന്നു. അക്കാലത്തും മുകേഷിനെ സംരക്ഷിക്കാൻ മുന്നിട്ട് നിന്ന CPM പക്ഷെ ഇന്ന് കൈയൊഴിഞ്ഞുവെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണം മാത്രമേയുള്ളൂ. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇനി മുകേഷിന്റെ സേവനം CPM-ന് ആവശ്യമില്ലാതായിരിക്കുന്നു. മുകേഷ് ഏറെക്കുറെ CPM-ൽ നിന്ന് പുറത്തായി കഴിഞ്ഞുവെന്നും പറയാം.